ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലൈനിലൂടെ വാങ്ങിച്ചിട്ടുള്ള ഒരു പോർട്ടബിൾ ജ്യൂസറിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ആദ്യം തന്നെ തുറക്കുമ്പോൾ ഇതുപോലൊരു ജാറാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ജ്യൂസ് അടിക്കാനും അല്ലെങ്കിൽ ജ്യൂസ് ഒഴിച്ചിട്ട് കുടിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ ഇതിന് ഫിറ്റാകുന്ന ഒരു ക്യാപ്പ് കൂടി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട അതേപോലെയുള്ള മറ്റൊരു ജാറാണ്. ഇത് രണ്ടും വലുപ്പത്തിലും ആകൃതിയിലുമൊക്കെ ഒരുപോലെ തന്നെയാണ്. ഇനി ഇതാണ് നമ്മുടെ ജ്യൂസർ മെഷീന്. ഇതിൽ അത്യാവശ്യം നല്ല മൂർച്ചയുള്ള 6 ബ്ലേഡാണുള്ളത്. ഇതിൻ്റെ ഓണും ഓഫും ചെയ്യാനുള്ള ബട്ടനാണിത്. അതിൻ്റെ നേരെ താഴെ കാണുന്നത് ഇത് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് പോയിന്റ് ആണ്. ഇനി ഈ ബോക്സിലുള്ളത് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കാറ്റലോഗും പിന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു കേബിളും ആണ്. ഈ ഒരു മെഷീനിൽ നമ്മൾ ജാറ് ഫിറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ ജാർ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഇതിൽ ഇതുപോലൊരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ മിന്നി വരും. അപ്പോഴാണ് നമുക്കിത് ഓൺ ആക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ജാറും നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ക്യാപ്പ് 2 ജാറിനും നമുക്ക് ഒരുപോലെ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാം. നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഈ ജാറിലേക്ക് കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി ഇത് ഓണാക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ കൈ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ടേബിളിൽ വെച്ചാൽ മാത്രം മതി. ഇത് കാണിച്ചു തരാനുള്ളൊരു സൗകര്യത്തിന് ഞാൻ കൈ പിടിച്ചതാണ്. ഈ ഒരു മെഷീന് 40 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവും. അതിനുശേഷം നമ്മൾ ഇത് ഓണാക്കി കൊടുത്താൽ മതി. ഇത് 2-3 പ്രാവശ്യം ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഈ ജ്യൂസ് അരഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ജ്യൂസ് ഞാൻ മറ്റേ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ജ്യൂസ് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറഞ്ഞ എമൗണ്ടിൽ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള പോർട്ടബിൾ ജ്യൂസറിനൊക്കെ ഇതൊന്നുകൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.